നമ്മുടെ ചില കൺവെൻഷണൽ സിനിമകളിലെ ആളുകളെ ഓടിച്ചിട്ടടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, മന്ത്രിയെ കൊണ്ടിട്ട് അടിക്കുന്ന ആൾ, പിന്നെ എന്തിന് അഴിമതിക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന നേതാക്കൾ, പിന്നെ സൽഗുണസമ്പന്നനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ഇതെല്ലാം വളരെ ക്ലീശയാണ്, ഇതെല്ലാം കാലഹരണപ്പെട്ട ക്ലീശയാണ്. ഇപ്പോൾ ഈ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ നമ്മളുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. ദേ ആർ ആസ് ഇൻ്റലിജൻറ്റ്, ആസ് എൻലൈറ്റൻഡ് ആസ് വി ആർ. വിദ്യാഭ്യാസ യോഗ്യതയിലാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിലും പക്വതയുടെ കാര്യത്തിലൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ മാന്യമായ പെരുമാറ്റവും അത് നമുക്ക് ബോധ്യപ്പെടും. മറ്റ് സംസ്ഥാനങ്ങളിൽ പലതും ഇങ്ങനല്ല. അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്, പിന്നെ ഉദ്യോഗസ്ഥൻ തന്നെ പതുക്കെ പതുക്കെ രാഷ്ട്രീയക്കാരനായിട്ട് മാറും. അപ്പോഴാണ് പിന്നെ അവന് നിൽക്കക്കള്ളി. ഇവിടെ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ ഉദ്യോഗസ്ഥനായിരുന്നാൽ മതി, രാഷ്ട്രീയ നേതൃത്വം അത് അംഗീകരിച്ചു. ഞാനിത് പറയുമ്പോൾ തന്നെ ഈ പുസ്തകത്തിനകത്തുള്ളൊരു വലിയ രാമഗിരി എന്ന സ്ഥലത്ത് മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അഴിമതിയെക്കുറിച്ചൊരു ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത കാര്യം. ജീവിതത്തിൽ ഒരിക്കലും ഒരു തരത്തിലും ഞാൻ അഴിമതി നടത്തില്ല എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പരസ്പരം എഴുതി വെച്ച പ്രതിജ്ഞയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയാം. ഈ ഇത്രയും കാലത്തെ ജീവിതം, ഏകദേശം 50-60 വർഷത്തോളമുള്ള ഔദ്യോഗിക വൃത്തികളുണ്ട്. ഈ പറയുന്ന ഇത്രയും കാലമായിട്ട് അഴിമതി പരിപൂർണമായിട്ടങ്ങ് മാറ്റാം, അല്ലെങ്കിൽ മാറ്റി ഞാൻ പ്രതിജ്ഞ ചെയ്തതുപോലെ നടന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ പ്രതിജ്ഞ ഞാൻ പാലിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലൊട്ടാകെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടില്ലല്ലോ. രാജ്യത്ത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാമെന്നൊന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടില്ല. എന്നെ ഇത് ബാധിക്കരുത്, ഞാനൊന്നും ചെയ്യുകയില്ല, അത് ചെയ്തിട്ടുമില്ല, അതിന് കൂട്ടുനിന്നിട്ടുമില്ല. അപ്പോൾ ചോദിക്കും, നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ ചുറ്റുമൊക്കെ അഴിമതിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ പങ്കാളിയാവാൻ പ്രേരണ വന്നില്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നില്ലേ? ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റി എനിക്ക് വലിയ മതിപ്പാണെന്ന് പറയാൻ കാര്യം, നിങ്ങൾക്ക് അഴിമതി നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങും, സംശയമൊന്നും വേണ്ട. നിങ്ങൾ അഴിമതി നടത്താത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അതിന് പ്രേരിപ്പിക്കുകയുമില്ല. ഈ കേരളത്തിൽ നല്ല നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സകല അഴിമതികളിലും അകത്തായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, കുറച്ച് പേരെയൊക്കെ ആവശ്യമില്ലാത്ത ഹരാസ്യമായിരിക്കാം, ഇല്ലെന്നല്ല, നിരപരാധികളെയും കുറച്ചൊക്കെ ഹരാസ്മെൻറ്റ് വന്നേക്കാം. പക്ഷെ ആത്യന്തികമായി ശിക്ഷിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ അവർക്ക് ഈ പൈസയോടൊക്കെ ആർത്തി വന്നതുകൊണ്ട് തന്നെ പോയി ചാടി അപകടങ്ങളാണ്. അല്ലാതെ ആരും അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അഴിമതിയിൽ മുക്കുന്നില്ല. If you want to be corrupt, we will give you opportunities to become corrupt. If you want to be honest, there is nobody forcing you to be corrupt. ഇത് ശരിക്കും സാർ പറഞ്ഞതില്ല. ഇതിനകത്ത് വീണ്ടും ഞാൻ ഇതേ പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ സാറെ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പുറത്തുനിന്നാണ്. ഒരിക്കൽ ഒരു കയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർപ്പറേഷൻ്റെ MD ആയിരുന്ന കാലത്താണെന്ന് തോന്നുന്നു. സാർ പറഞ്ഞൊരു കാര്യമാണ്, അത് ഈ ബുക്കിലും വന്നിട്ടുണ്ടല്ലോ. അതായത് അപ്രതീക്ഷിതമായി നേരത്തെ ഉണ്ടായിരുന്ന ആളെ മാറ്റിയിട്ട് പുതിയ ചാർജ് സാറിന് കൊടുക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തിയോട് എനിക്ക് താല്പര്യമില്ല എന്ന് മന്ത്രി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ എടുത്തു കഴിയുമ്പോഴും ഇദ്ദേഹത്തോടും മന്ത്രി അതേ വാചകം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഉപയോഗിച്ച ഒരു വാചകം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയത്, അന്ന് ആ മന്ത്രിയോട് പറഞ്ഞു, സാറ് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വളരെ സ്നേഹത്തോടെ ഒരു വളരെ വിധേയമായിട്ട് തന്നെയാണ് പറഞ്ഞു. ഇത് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് ഉണ്ടായ മറ്റേ ആൾ വളരെ എന്നോട് ദേഷ്യത്തോട് സംസാരിച്ചു. താങ്കളത് വളരെ സ്നേഹത്തോടു കൂടി നടക്കാൻ പറ്റില്ലാത്ത കാര്യമാണെന്ന് പറയുകയും ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പാഠം സാറ് ഈ പറഞ്ഞ നമ്മൾ പറയില്ല, IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലൊരു പവറുണ്ട്, അധികാരം നമ്മുടെ കയ്യിലുണ്ട്, നമ്മളാണ് അഡ്മിനിസ്ട്രേറ്റർ, നമുക്ക് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നും മന്ത്രിമാരുടെ അടുത്തേക്ക് എത്തുമ്പോഴും ഇതുണ്ടാവാറുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ കഴിവും അറിവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ പലപ്പോഴും നെഗറ്റീവായൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുകയോ ചെയ്യുന്നില്ലേ? ഇത് എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തിട്ടുള്ളത്? ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ സാറിൻ്റെ ലൈഫിലുണ്ട്. ഇതിനകത്ത് ഇത് കുറച്ച് ഇത്തിരി വിശദമായിട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ചാർജ് വഹിക്കുന്നുണ്ട് ഇപ്പോഴും. അവിടെ IAS കുട്ടികളൊക്കെ, പുതിയ IASകാരൊക്കെ പരിശീലനത്തിന് വരും, അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും പരിശീലനത്തിന് വരുമ്പോൾ ഞാൻ ഇവരോടെല്ലാം പറയുന്ന ഒരു പൊതു ഉപദേശമുണ്ട്. ഒന്നെന്തെന്ന് വെച്ചാൽ, നമ്മളുടെ മന്ത്രിയോ നമ്മുടെ മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ മുകളിലുള്ള മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ചെയർമാനോ
അവർ പലതും നമ്മളോട് പറഞ്ഞെന്നിരിക്കും. ചിലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിയമം വിട്ടൊരു കാര്യവും നമ്മൾ ചെയ്യണ്ട. നമുക്ക് പലപ്പോഴും നമ്മുടെ മന്ത്രിയോട് ഡിസഗ്രി ചെയ്യേണ്ടി വരും, അദ്ദേഹം പറയുന്ന കാര്യത്തിനോട് യോജിക്കാതിരിക്കേണ്ടി വരും. ഒറ്റ ഉപദേശം ഞാൻ കൊടുത്തിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നെവർ ഡിസഗ്രി വിത്ത് യുവർ മിനിസ്റ്റർ ഇൻ പബ്ലിക്. പബ്ലിക്കായിട്ട് നിങ്ങളുടെ മന്ത്രിയോട് നിങ്ങളുടെ കലഹവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കരുത്. എന്നാൽ മന്ത്രിയോട് യോജിക്കാൻ വല്ലതും സാധിക്കുമോ അത് പബ്ലിക്കായിട്ട് പറയുക. ആ മന്ത്രിക്കാണ് അതിൻ്റെ ഗുണം കിട്ടേണ്ടത്, അതിൻ്റെ പ്രസിദ്ധി കിട്ടേണ്ടത്, നമുക്കല്ല. വി ആർ ഫേസ്ലെസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഒരു മെച്ചം അത് മന്ത്രിക്കും അവകാശപ്പെട്ടാണ്. ബിക്കോസ് അദ്ദേഹമാണ് ജനങ്ങളുടെ നേതാവാണ്. നമ്മൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചവരൊന്നുമല്ല, പരീക്ഷ എഴുതി ജയിച്ചു വന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വകുപ്പ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നാൽ അതിൻ്റെ കീർത്തി നമ്മുടെ മന്ത്രിക്കാണ്. നമുക്കതിനകത്ത് സന്തോഷിക്കാം. നമ്മളും കൂടെ ചെയ്തിട്ടാണല്ലോ. ഗിവ് ഹിം ദ ഡ്യൂ ക്രെഡിറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ അംഗീകാരം എടുക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം, നമ്മളത് അംഗീകരിക്കും. അദ്ദേഹവുമായിട്ട് നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കുക. ആളുകൾ പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സമയം ചോദിച്ചോ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി ബാക്കിയുള്ളവരെ പുറത്തിറക്കിയിട്ട് പറയണം, സാർ ഈ പറഞ്ഞ കാര്യം ഒരു കാരണവശാലും നടക്കില്ല, നടത്തരുത്, നടത്തിയാൽ ഇന്ന കുഴപ്പങ്ങളാണ്, സാർ അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരിൽ 95% അതനുസരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് പബ്ലിക്കായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതിന് എതിർക്കുകയാണെന്ന് പറഞ്ഞാൽ കോൺസിക്വൻസസ് ഉണ്ടാവും. അത്രയ്ക്കുള്ള ഡിപ്ലോമസി നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് വേണം.